ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അയൺ ടെസ്റ്റിനെ പറ്റിയാണ്. ഏകദേശം 500 രൂപ വില വരുന്നൊരു ബ്ലഡ് ടെസ്റ്റാണിത്. ബ്ലഡിലെ അയണിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. രക്തത്തിൽ RBC അഥവാ റെഡ് ബ്ലഡ് സെൽസിൻ്റെ നിർമ്മാണത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അയൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മസിൽസ്, ബോൺസ്, മറ്റ് ഓർഗൻസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്കും ഈ അയൺ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ അളവിൽ ഇത് ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതും കുറയുന്നതും ഒക്കെ പല ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ എന്ന് നോക്കാം. അയണിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്ന കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും അയൺ ഡെഫിഷ്യൻസി അനീമിയ, തലാസീമിയ പോലെയുള്ള കണ്ടീഷനിലൊക്കെയാണ് അയണിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത്. ഇത്തരത്തിൽ അയണിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെയിൽ സ്കിന്നിൽ വിളർച്ച അനുഭവപ്പെടുക, അതേപോലെ തന്നെ ഫാറ്റീഗ്, നല്ല ക്ഷീണം അനുഭവപ്പെടുക, വീക്ക്നെസ്, ഡിസ്നെസ്, തലകറക്കം അനുഭവപ്പെടുക, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പ് കൂടുക തുടങ്ങിയവയൊക്കെയാണ് അയണിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ശരീരത്തിൽ അയണിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്ന കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഹീമോക്രോമാറ്റോസിസ് എന്ന കണ്ടീഷനാണ്. ഈ കണ്ടീഷനിൽ കൂടുതലായിട്ട് അയൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത്. അതേപോലെ തന്നെ ലെഡ് മൂലം ഉണ്ടാകുന്ന പോയിസണിങ്, ലിവർ ഡിസീസ് തുടങ്ങിയ കണ്ടീഷനിലൊക്കെ അയണിൻ്റെ അളവ് ശരീരത്തിൽ കൂടാറുണ്ട്. ഇനി ഇത്തരത്തിൽ അയണിൻ്റെ അളവ് ശരീരത്തിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുക, അതേപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ, വയറുവേദന ഉണ്ടാകുക, ലാക്ക് ഓഫ് എനർജി നമുക്ക് കുറയുന്ന പോലെ തോന്നപ്പെടുക, വെയിറ്റ് ലോസ്, ശരീരത്തിൻ്റെ വെയിറ്റ് കുറയുക തുടങ്ങിയവയൊക്കെയാണ് അയണിൻ്റെ അളവ് കൂടുതലായിട്ട് ശരീരത്തിലുണ്ടായ കാണിക്കുന്ന ലക്ഷണങ്ങൾ. എങ്ങനെയാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് നോക്കാം. പുരുഷന്മാരിലാണെങ്കിൽ 65 മുതൽ 175 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഇതിൻ്റെ നോർമൽ റേഞ്ച്. ഇനി സ്ത്രീകളിലാണെങ്കിൽ 50 മുതൽ 170 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഇതിൻ്റെ നോർമൽ റേഞ്ച്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.